എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഞാനും പിള്ളേരും കൂടി വെക്കേഷൻ ആയതുകൊണ്ട് വീട്ടിലേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ പാടമാണ്. ആ പാടത്ത് കുറച്ച് ഭാഗത്ത് പൊട്ടുവെള്ളരിയും അതേപോലെ തന്നെ വാഴ കൃഷി ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കണ്ടത്തിൽ കുറച്ച് നെല്ലും കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ തൊട്ടടുത്ത അയൽവക്കത്തുള്ള ഇക്കയാണ് അവിടെ കൃഷി ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് പൊട്ടുവെള്ളരി പൊട്ടി കിടപ്പുണ്ട്, നീ ഒരു പാത്രമായിട്ട് വാ, നമുക്ക് പോയിട്ട് എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാനും വാപ്പിച്ചിയും ആയിക്കയും കൂടി ഇതുപോലെ കണ്ടത്തിൽ ഇറങ്ങി പൊട്ടുവെള്ളരി എടുക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. അപ്പോൾ ആയിക്ക നേരത്തെ വന്നപ്പോൾ ഒരെണ്ണം പൊട്ടിയത് കൊണ്ട് തന്നിരുന്നു. പിന്നെ ഒരുപാട് പൊട്ടിയേക്കണോണ്ട് ഞങ്ങൾ പാത്രമായിട്ട് പോയതാണ്. ഒരുപാട് തവണ വിളവെടുത്തു, അവസാന ഘട്ടമായി. അതുകൊണ്ട് തന്നെ അതിൻ്റെ സൈസിലൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. എന്നിരുന്നാലും കുറേ ഉണ്ടായിട്ടുണ്ട്. സൈസ് കുറവാണെന്നുള്ളൂ, വലിപ്പം ഒരുപാടില്ല, എന്നാലും ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാട്ടെ നിങ്ങൾക്ക്. ഇതേ കണ്ട നല്ല രീതിയിൽ പൊട്ടുവെള്ളരി ഉണ്ട്. അപ്പോൾ പൊട്ടിയതൊക്കെ ആയിക്കൊരു വാഴയിലാക്കിയിട്ട് അതോടെ വെച്ചിട്ടുണ്ട്. അത് പാത്രത്തിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. 2 ദിവസം എന്തോ തിരക്ക് കാരണം പുള്ളിക്ക് അവിടെ വന്ന് നോക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ പൊട്ടിപ്പോയി പെട്ടെന്ന് തന്നെ. ബാക്കി പൊട്ടാത്തതൊക്കെ മൂത്ത പൊട്ടുവെള്ളരിയൊക്കെ പറിച്ചിട്ടുണ്ട്. അത് കടയിൽ കൊടുക്കാനുള്ളതാണ്. കടയിൽ കൊടുക്കാൻ എല്ലാം പറക്കി ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ പൊട്ടിയതിൽ നിന്ന് ഒരു കഷ്ണം എടുത്ത് തിന്നപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നല്ല എന്താ പറയുക, ഭയങ്കര സ്മൂത്തായിട്ടുള്ളൊരു എന്തോ ഒരു അലുവയൊക്കെ നമ്മൾ കഴിക്കണയൊക്കെ പോലെ. മധുരം അത്ര ഉണ്ടാവില്ലെന്ന് മാത്രമേ ഉള്ളൂ, നമുക്കറിയാമല്ലോ പൊട്ടുവെള്ളരി. അപ്പോൾ ഇത് പൊട്ടിയതൊക്കെ ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. വേറെ ഇപ്പോൾ വീണ്ടും കൊണ്ടുപോകുന്ന സമയത്ത് ഒരു പകുതി പൊട്ടൽ വീണത് അതും തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പൊട്ടുവെള്ളരി ഒരുമിച്ച് എന്ത് ചെയ്യാനാ. അപ്പം നമുക്ക് തൊട്ടപ്പുറത്തെ വീട്ടിലൊക്കെ അവർ കൊടുക്കുകയും ചെയ്തു. അപ്പോൾ നമ്മൾ ആദ്യം വാടകയ്ക്ക് താമസിച്ച ഭാഗത്ത് നമുക്ക് 2-3 അയൽവക്കക്കാരുണ്ട്. അപ്പോൾ അവർക്കും കൂടി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളത് മാറ്റി വെച്ചു. നല്ലപോലെ പൊട്ടിയതെല്ലാം ഞങ്ങൾ കലക്കാമെന്ന് വിചാരിച്ചിട്ടോ, പൊട്ടുവെള്ളരി ജ്യൂസ് ആക്കാമെന്ന് വിചാരിച്ചു. ഇത് വാപ്പിച്ച് കൃഷി ചെയ്യുന്നതാണ്. ഞങ്ങളുടെ പറമ്പിൽ വാപ്പിച്ച് കുറേ വാഴയും തെങ്ങും അടക്കാമരവും അതേപോലെ തന്നെ സീതപ്പഴം, ജാതി, കശുമാവ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. വാപ്പിച്ച് രാവിലെ തുടങ്ങി ഇവിടെ കിടന്ന് ഇങ്ങനെ പണിയെടുത്തിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ. ഒരുപാട് സ്ഥലം ഒന്നുമില്ലെങ്കിലും ഉള്ള സ്ഥലത്ത് പുള്ളി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കും. വെറുതെ ഇരിക്കുന്നൊരു സ്വഭാവം പണ്ടേ ഇല്ല. പിന്നെ ഞങ്ങൾ ഈ സ്ഥലം വാങ്ങുന്ന സമയത്ത് ഇത് 3-4 തട്ടായിട്ടാണ് കിടന്നുകൊണ്ടിരുന്നത്. ഒരു എന്താ പറയുക, ഇപ്പോൾ കണ്ട ഹൈറ്റ്, ഭയങ്കര ഹൈറ്റ് കണ്ട മേളിൽ, അതേപോലെ ഹൈറ്റും ഞങ്ങൾ ഏറ്റവും താഴെയായിട്ടായിരുന്നു. പിന്നെ സമയം കിട്ടുമ്പോഴൊക്കെ അതിൽ കിടന്ന് കൊത്തിക്കിളച്ചാണ് ഇപ്പോൾ ഈ നിരപ്പായ ഒരു സ്ഥലം പോലെ ആക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാലിപ്പൂവമ്പഴമാണ് കേട്ടോ. പിന്നെ മറ്റേ എന്താ പറയുക, പാളയംകോടനുണ്ട്, പിന്നെ റോബസ്റ്റ പഴമുണ്ട്, അതൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതിപ്പോൾ ഉമ്മിച്ചി കൊണ്ടുവന്ന തണ്ണിമത്തൻ പൊട്ടുവെള്ളരി, അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഉമ്മിച്ചി കുറേ ശർക്കര ഇട്ടിട്ട് നമ്മൾ ജ്യൂസ് അടിക്കില്ലേ, അതേപോലെ ആക്കാം. കുത്തി കലക്കണുള്ളൂ, ജ്യൂസ് മിക്സിയിലിട്ട് അടിക്കണ്ട എന്ന് പറഞ്ഞിട്ട് അതൊന്നും ഉടച്ചെടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ശർക്കര പാനിയാക്കിയിട്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ ചിരകിയതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അത് കുടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നാത്തൂനാണെങ്കിൽ അവൾക്ക് ഇങ്ങനെ തേങ്ങയൊന്നും കടിക്കുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് അവൾ കുറച്ച് പൊട്ടുവെള്ളരി വേറെ സെപ്പറേറ്റ് ചെയ്തിട്ട് മിക്സിയിലിട്ട് കുറച്ച് പഞ്ചസാരയും പാലും ഒക്കെ ചേർത്തിട്ട് അവളും അതടിച്ച് കുടിക്കാൻ വേണ്ടിയിട്ട് 2 രീതിയിൽ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഫ്രഷ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ തൊട്ടടുത്ത് പാടങ്ങളിൽ കൃഷി ചെയ്യുന്ന ആൾ, അതേപോലെ അവർ മരുന്നൊന്നും അടിക്കാതെയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. തന്നെ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട്. ഒരു പ്രത്യേക ഫ്ലേവറായിരുന്നു ഇതിന്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്ന് ചെയ്ത് വയ്ക്കും. ശർക്കര പാനിയാക്കിയിട്ട് ഒഴിച്ചിട്ട് ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ ഇച്ചിരി അധികം ശർക്കര ഒഴിക്കണം. മധുരം വേണം, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ചിരകിയതും, പണ്ടൊക്കെ ഞങ്ങളുടെ വല്യമ്മ ഉണ്ടായ സമയത്തൊക്കെ ഇതുപോലെയാണ് തേങ്ങ ചിരകിയാണ് ഇട്ടുതരുന്നത്. ഞങ്ങൾ ഉണ്ടാക്കുമ്പോൾ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്തിട്ട് തേങ്ങാപ്പാൽ ചേർത്ത് പഞ്ചസാരയും ചേർത്തിട്ട് അങ്ങനെയും കുടിക്കാറുണ്ട് പല രീതിയിൽ. അല്ലെങ്കിൽ വെറുതെ നമ്മൾ പൊട്ടുവെള്ളരി ഉടച്ചിട്ട് അതിൽ പഞ്ചസാര ഇട്ട് മിക്സ് ചെയ്ത് അങ്ങനെയും കുടിക്കുക. ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് കുടിക്കാം. അത്രയും ടേസ്റ്റും ഹെൽത്ത് ബെനിഫിറ്റും ഉള്ളൊരു സാധനമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് കേട്ടോ. പിന്നെ എല്ലാം ഒന്നിനൊന്ന് മെച്ചം എന്ന് പറഞ്ഞിട്ട് എല്ലാത്തിനും ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇത് പാലും പഞ്ചസാരയും കൂടി ഇട്ടിട്ട് മിക്സിയിലിട്ട് അടിച്ചിട്ട് എടുത്ത പൊട്ടുവെള്ളരിയാണ്.
അപ്പോൾ എല്ലാത്തിനും ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഒന്നും മോശം എന്ന് പറയാനായിട്ട് ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ എന്ന് പറയുമ്പോൾ ഒരു സന്തോഷവുമാണ് കൃഷി ഉള്ള സ്ഥലത്ത് പോവാനും അത് എടുക്കാനും അത് കഴിക്കാനും ഒക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. വാപ്ച്ചിക്ക് കൊടുത്ത വാപ്ച്ചി പറയുന്നുണ്ടായിരുന്നു അടിപൊളി ടേസ്റ്റ്.